ഈ ഒരു മനുഷ്യൻ ഒരു വരണ്ട പ്രദേശത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ എന്തോ ഒന്ന് അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ അവിടുത്തെ മണ്ണ് മാറ്റി നോക്കുകയാണ്. മണ്ണ് മാറ്റി നോക്കിയ സമയത്ത് അവിടെ ഒരു എഴുത്താണ് കണ്ടത്. ആ എഴുത്ത് എന്തെന്ന് വെച്ചാൽ മനുഷ്യർക്ക് ഇവിടെ പ്രവേശനമില്ല എന്നാണ്. അപ്പോഴേക്കും അവന്റെ സുഹൃത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്റെ സുഹൃത്ത് അത് കാര്യമായിട്ട് എടുത്തില്ല. ഈ പരന്ന മരുഭൂമി പോലത്തെ സ്ഥലത്ത് ചെറിയ ചെറിയ പല്ല് പോലത്തെ ജീവികൾ ഒരുപാടുണ്ട്. അതിഥികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരോട് വന്നിട്ടുള്ളത്. അപ്പോൾ അവൻ അവിടെയുള്ള ഒരു കമ്പ് എടുക്കുകയാണ്. ആ കമ്പ് എന്തെന്ന് വെച്ചാൽ ഈ പല്ലികൾ കുടുങ്ങാൻ മടിങ്ങാണ്ട് ഒരു കെണി പോലെ സാധനം സെറ്റ് ചെയ്തതാണ്. ആ ടൈമിൽ അവിടെ ഭൂമി കുലുങ്ങുകയാണ്. പക്ഷെ അത് അവനൊട്ടും കാര്യമാക്കി എടുത്തില്ല. വീണ്ടും നല്ല രീതിയിൽ ഭൂമി കുലുങ്ങിയപ്പോൾ അവൻ പേടിച്ചുകൊണ്ട് പതുക്കെ അവിടുന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങാണ്. അങ്ങനെ നടന്ന് ആ ഒരു ബോർഡ് ഉണ്ടല്ലോ ആദ്യം കണ്ട് ആ ബോർഡിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ആ ടൈമിൽ അവിടെ വലിയൊരു കുഴി കാണപ്പെടുകയാണ്. അങ്ങനെ അവൻ ആ കുഴിയുടെ അടുത്തോട്ട് പതുക്കെ നടന്ന് നീങ്ങാണ്. അങ്ങനെ നോക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ട് ഉണ്ട് പെട്ടെന്ന് അതിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മുന്നിലോട്ട് വരികയാണ്. ഇത് കണ്ട് പേടിച്ച് ബാക്കിലോട്ട് വീഴാണ്. പെട്ടെന്ന് ഇത് കണ്ട ഷോക്കിൽ അവനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പതുക്കെ കുഴിയിലോട്ട് വീണ്ടും പോയി നോക്കുകയാണ്. ആ സമയത്ത് എന്തോ തരത്തിലൊരു സാധനം അവൻ നേരിട്ട് കാണുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ജീവനം കൊണ്ട് ഓടുകയാണ്. അവിടെ ഇവർ വന്ന 2 വീലർ നിർത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കയറിയിട്ട് ഒരുപാട് അധികം സ്റ്റാർട്ടാക്കാൻ നോക്കിയെങ്കിലും സ്റ്റാർട്ടായില്ല. അവസാനം കഷ്ടിച്ച് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോഴാണ് വണ്ടി പോകാൻ നോക്കുമ്പോൾ വണ്ടി നീങ്ങുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു തരത്തിലുള്ള ജീവി അവനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കുന്ന ടൈമിലാണ് ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു ജീവിയുടെ കൈയായിരുന്നു അവനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അവനെ ഗുഹയിലെ ആഴത്തിലോട്ട് കൊണ്ടുപോവാണ്. പിന്നീട് അവനെ നോക്കുമ്പോൾ അവൻ ചളിയിൽ പോയിന്റ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അവന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അപ്പുറത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് അധികം. അടുത്തൊരു കഥക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും തരിക.